ഓ, എന്തൊരു ഉണക്ക സമയം ഇത്. മഴ പോലും ഇല്ല. ഓ, ദാഹിച്ചിട്ട് നിൽക്കാൻ വയ്യ. ഒരു മനുഷ്യർ പോലും ഈ മരത്തിന്റെ വെട്ടിക്കൊണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ടോ? ഓ, ഞാനിങ്ങനെ മരമായിപ്പോയല്ലോ. ഒരു പൂച്ചട്ടി നിൽക്കുന്ന കണ്ടില്ലേ? ആൾക്കാരൊക്കെ അതിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. സോ ഇന്നോട്ട് ഈ മരത്തിന്റെ ചവിട്ടിക്കൊണ്ട് ആരും വെള്ളം ഒഴിക്കുന്നില്ലല്ലോ. ആ പൂച്ചട്ടി നിൽക്കുന്ന ആ ചെടിയാണെങ്കിൽ എന്ത് ഭാഗ്യവാ. അതിനകത്ത് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നുണ്ട്. ഒരു കാര്യം ചെയ്താലോ, ഞാൻ ചെറുതാകാം, തീരെ ചെറുത്. എന്നിട്ട് ആ പൂച്ചെടിക്കകത്ത് കയറിക്കാം. അതാ നല്ലത്. അപ്പം എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടും. ചെറുതാകുന്നുണ്ട്. ഇത്രയും ചെറുതായ പോരാ, കുറച്ചുകൂടെ ചെറുതായിട്ട് ആ ചട്ടിക്കകത്ത് കയറാം. ഓ, രക്ഷപ്പെട്ടു. ഇത് കൊള്ളാം ഐഡിയ. ഇതാകുമ്പോഴത്തേക്ക് ഇതിന്റെ മൂട്ടിൽ കൊണ്ട് ആൾക്കാർ വെള്ളം ഒഴിച്ചോളും. അപ്പൊ എനിക്ക് വെള്ളം കുടിക്കാമല്ലോ. ഓ, വലിയ മരമായിട്ട് നിന്നിട്ടെന്തോ കാര്യം. എടി ശാരദ, പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള ആൾക്കാരെപ്പോ വരുമെടി? അത് കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നമ്മേ. ഉച്ച കഴിയുമ്പോ വരുമെന്ന് അവര് പറഞ്ഞത്. പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള പൂച്ചെടിയൊക്കെ നമ്മളിന്ന് സംഘടിപ്പിക്കണമല്ലോ. ഇന്നലെ ചേട്ടൻ കുറെ പറിച്ചോണ്ട് വന്നു എന്റെ ചെടികളൊക്കെ. അത് അവിടെ വെച്ചിട്ടുണ്ടല്ലോ ചെടികളെ കുറെ. അതൊക്കെ അവർ നട്ടോളം വന്ന്. അവിടുന്ന് ഇവിടുന്ന് നമുക്ക് സംഘടിപ്പിച്ച് നടാം. ഇത് കൊള്ളാം മോളെ, സൂപ്പറാ. എക്സ്ക്യൂസ് മീ, ഇത് തന്നെയല്ലേ ശാരദ എന്ന് പറഞ്ഞ ആളുടെ വീട്? അതെ അതെ, ഞാൻ തന്നെ ശാരദ. പൂന്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാ ഞാന്. മനസ്സിലായി. ചേട്ടാ, പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള ചെടികളൊക്കെ പുറത്തിരിപ്പുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാൻ വന്നിട്ട്. അതെയോ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ചതാ. അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നല്ല വൃത്തിക്കൊന്ന് നട്ട് തന്നാൽ മതി. നല്ലതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തേ, നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കി തന്നാൽ മതി മുറ്റത്ത്. അതിനെന്താ, പിന്നെ നമ്മുടെ ഉണ്ട് കുറച്ച് ചെടികളൊക്കെ കേട്ടോ. അതുകൂടെ ഒക്കെ നടാം. എന്നാ ശരി, ജോലി നടക്കട്ടെ. അയ്യോ, ഈ ചെടിയോ? ഇത് മോളെ ഇൻഡോർ പ്ലാന്റ്. ഇത് നമ്മൾ പുറത്ത് നടത്തില്ലേ. ഇത് അകത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. നല്ല ഭംഗിയുള്ള ചെടിയല്ലേ? അയ്യോ, ഞാൻ പൂന്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. കുഴപ്പമില്ല മണി, അകത്ത് വെക്കുക. അകത്ത് തന്നെ നല്ല ഭംഗിയായിരിക്കുമല്ലോ ചെടി വെക്കാൻ. അതെ അകത്ത് വെച്ചാൽ മതി മോളെ. അതിങ്ങോട്ടോ മോളെ, ഞാൻ വെക്കാം അകത്ത്. എവിടാന്ന് നോക്കട്ടെ, എവിടെ വെക്കാൻ പറ്റിയെന്ന്. ഇത് കുറച്ച് വില കൂടിയ പ്ലാന്റാ കേട്ടോ. ഓ, എന്തിനാ മണി ഇത്ര വിലയുള്ള ചെടിയൊക്കെ കൊണ്ടുവന്നത്? മക്കളെ, നിങ്ങൾ ആ ചേട്ടനെ കാണിച്ചു കൊടുക്കുക കേട്ടോ, ചെടികളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. ഞാനെങ്കിലേ ഇവിടെ പാചകം ചെയ്യട്ടെ. നിങ്ങൾ അങ്ങ് ചെന്നെല്ലാം ഡീൽ ചെയ്യട്ടോ. സന്ധ്യയല്ലേ, ഇതുവരെ അയാൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ പൂന്തോട്ടം മുറ്റത്ത്? നല്ല വൃത്തിയായിട്ടായിരിക്കും അതാ താമസം വരുന്നത്. അങ്ങനെ നമ്മുടെ പൂന്തോട്ടം റെഡി. പൂന്തോട്ടം റെഡിയായോ? ഓ ശരി, ഞങ്ങളെന്താ ഒന്ന് കാണട്ടെ. പിന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചേട്ടൻ ഡീൽ ചെയ്തോളും കേട്ടോ. അതെ, ഇന്ന് അങ്ങോട്ടിട്ട് നോക്കിക്ക്. എന്ത് രസം ഇത്, നല്ല ഭംഗിയായിട്ട് ചെയ്ത്. അപ്പൊ എങ്ങനെ, ഹാപ്പി ആയോ? ഇഷ്ടപ്പെട്ടു മോനെ, വളരെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാ ശരി മേഡം, ഇറങ്ങട്ടെ. ശരി, ചേട്ടൻ ഡീൽ ചെയ്തോളും കേട്ടോ ക്യാഷിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ. അത് ശരി അമ്മണി, ആ പുള്ളിക്കാരനെ തന്നെ വിളിക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാരും ദാഹിക്കുന്നു പറഞ്ഞേ. അത് റോഡിൽ കൂടെ അങ്ങോട്ട് ആരോട് പറഞ്ഞോണ്ട് പോകുന്ന. വാ, നമുക്ക് അകത്ത് കയറാം മക്കളെ. ഇതേക്ക് ഇങ്ങനെ കിക്കിള് വരുന്നു. വെള്ളം കുടിക്കുമ്പോൾ അകത്ത് കയറി. ദാഹിക്കുന്നേ, ഇതെന്തൊരു കഷ്ടമായത്. ഇത് ആ ചെടിച്ചട്ടിക്കകത്ത് ഞാൻ കയറിട്ട് പോലും എനിക്കൊരു തുള്ളി വെള്ളം കിട്ടുന്നില്ലല്ലോടാ. ചെടിച്ചട്ടി കണ്ടതേ വീടിനകത്ത് കൊണ്ട് വെച്ചേക്കുന്നു. ഇപ്പൊ വെള്ളം കുടിച്ച് ദാഹം തീർന്നു മോളെ. അമ്മൂമ്മയ്ക്ക് കുടിച്ച് താടി വെള്ളം. അമ്മ രാത്രിയിലത്തേക്ക് എന്തോ ഉണ്ടാക്കണ്ടേ? മധു വരത്തില്ലേടി ഇപ്പൊ ഡ്യൂട്ടിയും കഴിഞ്ഞ്. അവനാണെങ്കിൽ ചപ്പാത്തി അല്ലേ ഇഷ്ടം, അത് ഉണ്ടാക്ക്. വെള്ളം എനിക്ക് തള്ളേ. നീയൊക്കെ കിടന്ന് വെള്ളം കുടിക്കുന്നു എന്റെ മുമ്പിൽ കിടന്ന്. അയ്യോ, ദാഹിച്ചിട്ട് വയ്യ. തോന്നിയതായിരിക്കും മോളെ. അമ്മണി നമ്മളിത് ഗാർഡനൊക്കെ ഉണ്ടാക്കിയോണ്ട് ഇന്ന് പോകും തോന്നില്ല. ഇവിടെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. ഇന്നെന്തോ ഉണ്ടാക്കണ്ട. അമ്മണിക്ക് എന്തോ ഇഷ്ടമുള്ളത്? ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്താ വേണമെന്ന് ചോദിച്ചത്. ചപ്പാത്തി വേണോ? അവക്ക് എന്തായാലും പിന്നെ പത്തിരി ഉണ്ടാക്കാം. മോളെ ഈ കുപ്പിയെ കൊണ്ട് വെച്ചാരേ. കുടിച്ചു കഴിഞ്ഞു. ദുഷ്ടത്തികള്.
നീയൊക്കെ എനിക്കൊരു തുള്ളി വെള്ളം തന്നിട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനും. മക്കളെ ഗാർഡനിൽ കളിച്ചത് മതി, ഇങ്ങോട്ട് കയറി വാ. അയ്യോ പിള്ളേർ ഇത്ര നേരം ഇട്ടിട്ട് ഗാർഡനിൽ കയറി ഇല്ലടി. ഇന്ന് പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ലേ അമ്മേ, അപ്പൊ അതിനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ്, അതാ പിള്ളേർ അവിടെ കളിക്കുന്നത്. ഇനി എല്ലാവരും റെസ്റ്റ് എടുക്ക്. ബാ, ഇവിടുന്ന് ടി വി ആണ് ഇനി എല്ലാവരും ഇരുന്ന്. ഞാനെങ്കിൽ ചായ ഇട്ടുണ്ട് വരാം. വാർക്ക് വെക്കും മക്കളെ. മറ്റേ പ്രയാസത്തിന്റെ മൂവി വെച്ചാലോ? വേണ്ടെങ്കിൽ നീ രാത്രി പ്രാർത്ഥന സിനിമ ഒന്നും വെക്കണ്ട. കോമഡി പരിപാടി എന്തോന്നല്ലോ. ആ അതിരിക്കട്ടെ. എങ്ങനെയുണ്ട് മക്കളെ പൂന്തോട്ടം? ആ പയ്യനെ വിളിച്ച് തന്നെ ജയിക്കട്ടോ, നല്ല വൃത്തിയായിട്ട് ചെയ്തു തരും. അതെന്ത് മക്കളെ അവിടെ ഒരു രൂപം? ടിവിയിലൊന്നും എന്റെ കുട്ടപ്പനെ കണ്ടത് നേരിട്ട് കണ്ടതാ. എന്തുവാ ചാർന്നേ? അമ്മ, ഞാനെങ്കിൽ ഇവിടെ ഒരു രൂപം കണ്ടിട്ടെങ്കിൽ ഒരു മരം പോലെ ഇരിക്കുന്നത്, ഒരു മരത്തിന്റെ രൂപം. അതെങ്ങനെ അകത്ത് പോകുന്നു എനിക്കറിയത്തില്ല. എടി നീ കണ്ടോ? ഞങ്ങൾ കണ്ടടേ, ടി വി കണ്ടപ്പോഴേ. ശരിക്കും ഒരു മരം പോലെ തന്നെ, വലിയ രൂപമായിരുന്നു. പെട്ടെന്ന് നമുക്ക് മാഞ്ഞു പോയി. എടി നീ അപ്പം മധുനെ വിളിക്കടി, അവൻ എപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത്? ആ ഞാൻ വിളിച്ചോട്ടെ ചേട്ടനെ. ഹലോ ഹലോ ചേട്ടാ. എന്താടി ചേട്ടാ എപ്പോ ചേട്ടാ വീട്ടിൽ വരുന്നത്? ഡ്യൂട്ടി കഴിഞ്ഞില്ല ഇതുവരെ. എന്തോ ചെയ്യാന്ന് പറയടി, മിനിസ്റ്റർ വരുന്നുണ്ട് ഇപ്പോഴേ. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു 3-4 മണിക്കൂർ കഴിയാൻ എനിക്ക് ഈ പ്രോഗ്രാമിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അയ്യോ, അപ്പൊ ചേട്ടൻ വരാൻ താമസിക്കുവോ? ഇത് താമസിക്കുമെന്ന്. ഓ ചേട്ടാ, ഇവിടെ അങ്ങനെ ഒരു രൂപം കണ്ടു ചേട്ടാ. ഞങ്ങൾ ആ പാടെ പേടിച്ചിരിക്കുവാ. എന്തോന്ന് രൂപം കണ്ടെന്നോ? ഓടി, എന്തോ കള്ളന്മാരല്ലാന്നോ? കള്ളന്മാരൊന്നും തന്നെ ചേട്ടാ, അത് വേറെ രണ്ട് രൂപ, വലിയൊരു രൂപ, മരം പോലത്തെ. എനിക്ക് പേടിയാവുന്നു. എടി എന്നോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ചേട്ടാ എങ്ങനെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഓ ഇതെന്തൊരു കഷ്ടം. നിങ്ങൾ എന്റെ ജോലി തെറിപ്പിക്കോ, എന്റെ ഒപ്പം തെറിപ്പിക്കോ നിങ്ങൾ? എനിക്ക് മിനിസ്റ്റർ വരുമ്പോൾ എനിക്ക് ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. ഇന്ന് അറ്റൻഡ് ചെയ്യാതെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യ്. എന്തോ രൂപം കണ്ടു നീ പറയുന്നത്? എന്തായാലും വീണകത്തേക്ക് ഇരിക്കുന്നത്, അടച്ചു കൂട്ടിങ്ങിരിക്കും. വെള്ളോട്ടും ആരും ഇറങ്ങണ്ട. ശരി ചേട്ടാ. ഇപ്പോഴൊന്നും മരുന്ന് മട്ടില്ല. മിനിസ്റ്റർ വന്നേക്കോന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനെന്ന് പറ. നമ്മളിനിപ്പോ എങ്ങനെ അടച്ചു കൂട്ടി വീട്ടിനകത്തിരിക്കാൻ ചേട്ടൻ പറഞ്ഞു. അവനൊന്നും കണ്ടില്ല മോൾ, അതുകൊണ്ട് അവൻ പേടിക്കാത്തത്. നമ്മളെന്തിനും കണ്ടോളൂ നമുക്ക് പേടി വരുന്നേ. അമ്മ, അവൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ഡേഞ്ചർ അല്ലേ? എന്തെങ്കിലും അദൃശ്യ ശക്തി വരാമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമുക്കൂടെ അവൻ്റെ കൂടെ പോവാം. മോനെ കുട്ടപ്പനോട് നിൽക്കട്ടാ. മോനെ തണുത്തുള്ള അടുത്ത് കുടിക്കണം കേട്ടോ. പനി പിടിക്കുന്ന അടുക്കള ചൂടുള്ള അടുത്ത് കുടിക്ക്. അവൻ പറഞ്ഞ് കേൾക്കത്തില്ല. ഇനി ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കാനുള്ള പരിപാടിയാ. ബാക്കി വെള്ളം കൊണ്ടൊക്കെ വെച്ചാലേ മോനെ, ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്ക്. അവന്റെ ഒരു ആഗ്രഹം വലിയ ഒഴിക്കുന്ന ഒഴിക്കട്ടെ. നീ നല്ലവനാടാ, നല്ലവൻ. എവിടെ പിള്ളേരെ കേട്ടത്? ആ തന്നെ. അയ്യോ, ഞങ്ങളൊന്നും ചെയ്യല്ലേ ബിർബിർ പാപ്പത്തി. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചതാ. അതോടെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പ്രതീക്ഷപ്പെട്ടത് ഓരോരോ രൂപങ്ങളായിട്ട്. അയ്യോ, ഒന്നും ചെയ്യല്ലേ ഞങ്ങളെ. ഇവൻ കാരണം നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത്. ഈ കൊച്ചുകുട്ടി കാരണം. അവനെ എനിക്ക് വെള്ളം തന്നത് നിങ്ങൾക്കറിയോ? ഞാനാണെങ്കിൽ അവിടെ വലിയ മരമായിട്ട് നിൽക്കുമായിരുന്നു അങ്ങ് പറമ്പില്. ആരും എന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കത്തില്ല. എന്റെ ചുവട്ടില് എല്ലാവരും ഓരോരോ പൂച്ചെടിക്കട്ടൊക്കെ വെള്ളം ഒഴിക്കുന്നത്, ചെടിച്ചട്ടിയിൽ. അങ്ങനെ ഞാനെങ്കിൽ ഈ ചെടിച്ചട്ടിയില്ലേ, ഈ വെള്ള ചെടിച്ചട്ടി, അതിനകത്ത് കയറിയിരുന്നു. അങ്ങനെ ആ കൊച്ചാണെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അയ്യോ, അപ്പൊ അമ്മണി ഇവിടെ കൊണ്ടുവന്ന് ആ ചെടിച്ചട്ടിക്കകത്തിരിപ്പുണ്ടോ നീ ബിർബിർ? അങ്ങനെ ഞാൻ ദാഹിച്ച് പറഞ്ഞു തന്നപ്പോൾ നീയൊക്കെ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത് എന്റെ കൺമുമ്പ് ഇന്നിട്ട് ഒരു തുള്ളി വെള്ളം എനിക്ക് തന്നോ? അതാ ഞാൻ നിനക്കൊക്കെ ആയിട്ട് പണി തരാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷെ ഇവനുണ്ടല്ലോ ഈ കൊച്ചുകുട്ടി, അവൻ എനിക്ക് ഇഷ്ടം പോലെ വെള്ളം തന്നു ഇപ്പോ. അതുകൊണ്ട് ഞാൻ എല്ലാവരും ക്ഷമിച്ചിരിക്കുക. ഇനി ഞാൻ പോകുന്നു. അയ്യോ പൊയ്ക്കോ പൊയ്ക്കോ പാപ്പതി, ഇനി ഞങ്ങളെ ഉപദ്രവിക്കണ്ടേ. ഞങ്ങളൊന്നും ചെയ്തില്ലേ, ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ലേ. ഞങ്ങൾ അറിയാതെ നിങ്ങൾക്ക് വെള്ളം തരാതിരുന്നത്. എന്തായാലും ഞങ്ങളെ കുട്ടുമ്പോൾ തന്നല്ലേ വെള്ളം, അതുകൊണ്ട് നിങ്ങൾ പൊക്കോ. ആ ശരി. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ സ്വയമേ വെള്ളം കുടിക്കുമ്പോഴേ ഓരോരോ പുൽനാമ്പും ഇവിടെ വെള്ളമില്ലാതെ ദാഹിച്ച് നിൽക്കുക. അതിനൊക്കെ വെള്ളം കൊടുത്തിട്ട് വേണം നിങ്ങൾ വെള്ളം കുടിക്കാനും. ഇതൊക്കെ ആണെങ്കിലും ബിർബിർ പാപ്പത്തിൽ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. നമ്മളൊക്കെ ആണെങ്കിൽ സ്വയമേ ദാഹം അകറ്റും. പക്ഷെ നമ്മൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാറുണ്ടോ? ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ഇനി
കേട്ടോ പാപ്പത്തീൻ, താങ്ക് യു. ശരി, ഞാൻ പോകുന്നു. അങ്ങനെ കുട്ടുമോന് നല്ല മനസ്സാണ്. നമ്മളെന്തായാലും രക്ഷപ്പെട്ടു ബിർബിൾ പാപ്പത്തിന്റെ കയ്യിൽ നിന്ന്. ശരിയാ. എന്താ നമ്മൾക്ക് വലിയ വലിയ ആൾക്കാർക്കില്ലാത്ത ചിന്ത ഈ കൊച്ചു കുട്ടിയായ കുട്ടുമോൻ ഉണ്ടായിരുന്നല്ലേ? അതെ അമ്മേ.